അപ്പോൾ നിങ്ങളെല്ലാവരും രാവിലെ ചായയെല്ലാം കുടിച്ചോ? നമ്മളെ വീട്ടിൽ ചായേൻ്റെ കടി ഇന്ന് ഉണ്ടാക്കുന്നത്, നിങ്ങളെ വീട്ടിലൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് ഇന്ന് ദോശയാണ്. അപ്പോൾ ദോശ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും ഉഴുന്നും അരിയൊക്കെ കൂട്ടി അരച്ചിട്ടുള്ള ദോശയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പൊതുവേ ദോശ എന്ന് പറയുമ്പോഴത്തേന് എന്നാൽ ചായക്ക് കടി ഇന്ന് ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശ എന്ന് ഉദ്ദേശിക്കുന്നത് ഉഴുന്നിൻ്റെതല്ല. ഉഴുന്നിൻ്റെ ആണെങ്കിൽ ഉഴുന്നരച്ച ദോശ എന്ന് തന്നെ പറയും. അല്ലെങ്കിൽ നമ്മൾ ദോശ എന്ന് ഉദ്ദേശിക്കുന്നത് വെറുതെ പച്ചരി ഇതുണ്ടാവും, പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ അതെടുത്തിട്ട് അരച്ച് ചുടുന്ന ദോശ. വെറുതെ പച്ചരിയും ഉപ്പും ചേർത്ത് അരച്ചിട്ട് ചുട്ടെടുക്കുന്ന ദോശയാണ് നമുക്കിവിടെ ദോശ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇന്ന് എൻ്റെ ദോശ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, ദോശ ചുടുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർ കുറേ ആയല്ലോ കാണാത്ത എന്താ ഇല്ലാത്തതെന്നെല്ലാം പറഞ്ഞിട്ട് മെസ്സേജെല്ലാം അയക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടൈം ഇല്ലാത്തത് കൊണ്ടാണ്, മുൻപേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ടൈം ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ എടുക്കാത്തതെന്ന്. അപ്പോൾ ഇന്ന് ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഒരുമിച്ച് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് പോവാം എന്നുള്ള രീതിയിലാണ് വീഡിയോ എടുത്തില്ല. അപ്പോൾ ദോശ നോക്കിക്കോ, സിമ്പിൾ കഴിഞ്ഞു. ഇനി അത് അടച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ അടച്ച് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ എടുക്കുക. പിന്നെ ദോശേൻ്റെ അകത്ത് എണ്ണ ഇപ്പോൾ കല്ലിൻ്റെ മേലെ, ദോശക്കല്ലിൻ്റെ മേലെ എണ്ണ തേക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന ബ്രഷ് ആയിരിക്കും. പക്ഷേ എൻ്റെ ബ്രഷ് ഉണ്ടോ, ഇതാ നാച്ചുറലാണ്, ചകിരി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിന് ചകിരി എന്നല്ല പറയുക, ചേരിപ്പാണ്ട. അപ്പോൾ ഈ ഒരു സാധനമാണ് ഇന്ന് നമ്മളെ ചായേൻ്റെ കടി. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, വെറുതെ പച്ചരി അരച്ചിട്ട് കല്ലിൽ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചില്ലി എടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള സംശയങ്ങളെല്ലാം ഉണ്ടാവും. ആ സംശയം ഞാനിപ്പോൾ മാറ്റിത്തരാം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ദോശ റെഡിയായി. അടുത്ത ദോശ വയ്ക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ജസ്റ്റ് ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ പാർട്സോ ചിക്കൻ വരട്ടിയതോ ഒക്കെ കൂട്ടി ഈ ഒരു ദോശ ഉണ്ടാക്കി കഴിച്ചാൽ ഇതിന് വേറെ പണിയൊന്നുമില്ല, വേറെ കൂട്ടൊന്നുമില്ല, വെറുതെ പച്ചടി. ഇതിന് ചില ആളുകൾ ഇതിനകത്ത് ജീരകവും തേങ്ങയൊക്കെ അരച്ചിട്ടൊക്കെ ചുടുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ദോശ. അപ്പോൾ ഞാൻ ദോശ ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ദോശ ഒഴിക്കുന്നതെന്ന്. എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റിച്ചെല്ലാം ഒഴിക്കുന്നതാണ്. പക്ഷേ ഞാൻ ഇവിടെ ഒരു സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഒഴിക്കും, അപ്പോൾ അത് ഫുള്ളായി വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ദോശ ഒഴിക്കൽ. അപ്പോൾ എന്നോട് കുറേ ആളെല്ലാം ചോദിക്കില്ല, എൻ്റെ ദോശ ചുടൽ കാണുമ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം ചോദിക്കില്ല നീ എന്താ വലയെറിയുവാണോ എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒഴിക്കുമ്പോൾ ഒറ്റ ട്രിപ്പിന് ഫുള്ളായി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യൽ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ദോശ ഉണ്ടോ? ഇനി ഉണ്ടെങ്കിൽ ഈ ദോശക്കെന്നാ പറയുക, ഇതിൻ്റെ പേരെന്നാ. നമ്മുടെ നാട്ടിൽ ഇതിന് ദോശ തന്നെയേ വരുള്ളൂ, ഇതിന് വേറെ പേരൊന്നുമില്ല. കുറേ ആൾക്കാർ വീഡിയോ ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് നീർദോശ എന്നുള്ള മറ്റേ. നമുക്ക് ഇതിനകത്ത് നീരൊന്നുമില്ല, പച്ചരീൻ്റെ ദോശയാണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ ദോശ എന്ന് പറയും. അപ്പോൾ ദോശ റെഡി. ചുട്ടെടുക്കാൻ വിഷമമില്ല, കല്ല് നടന്ന് വരാൻ വേണ്ടിയിട്ട് വിഷമമില്ല, പെട്ടെന്ന് തന്നെ കിട്ടുന്നൊരു സംഭവം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഞാൻ വലയെറിയുന്നത് പോലെയാണ് ദോശ ഇടുകയെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇങ്ങനെയാണ് വലയെറിയുന്നത്. കഴിഞ്ഞു. പിന്നെ ഞാനിത് അടുപ്പിൽ ചുടുന്നത്, പിന്നെ അടുപ്പിലുണ്ടാക്കുന്ന സമയത്ത്, അടുപ്പിൽ വെച്ചിട്ട് വിറക് കത്തിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് ടേസ്റ്റ് മാറ്റാണ്. ശരിക്കും ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത്ര രുചിയായിട്ട് തോന്നല്ല. അത് ഇവിടെ കാര്യമായിട്ട് പ്രശ്നമുള്ളത് കുട്ടികളാണ്. അവരിങ്ങനെ പറയും അമ്മ പിന്നെ സ്റ്റൗവിൻ്റെ മേലെ ആക്കിയിട്ട് വേണ്ട അടുപ്പിൽ വെച്ചിട്ട് ചൂടാൻ, എനിക്ക് ചൂടാൻ കഴിയല്ല, അടുപ്പ് കത്തിക്കാൻ കഴിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നമ്മൾ ചുട്ടോളൂന്ന്. അപ്പോൾ അത്രയും ടേസ്റ്റാണ് നമ്മുടെ അടുപ്പിൽ ഇങ്ങനെ കത്തിച്ചിട്ടുണ്ടാക്കുന്ന ദോശക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ദോശക്ക് കറി സാമ്പാറാണേ, ഇന്നലത്തെ സാമ്പാറാണ്. ഇതിനകത്ത് കഷ്ണമൊന്നുമില്ല. കഷ്ണമെല്ലാം ഊറ്റി തിന്നുന്ന ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് കഷ്ണമില്ല, വെറുതെ സാമ്പാറിൻ്റെ ചാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സാമ്പാറും ദോശയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.